നമസ്കാരം. 5ാം തരത്തിലെ ഹിന്ദി ഫസ്റ്റ് ടേം പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് ഒരു കുട്ടിയുടെ പ്രൊഫൈൽ എഴുതാൻ വേണ്ടി തന്നതാണ്. അവിടെ നാം എന്താണ്, ആ കുട്ടിയുടെ പേര് എഴുതണം, ക്ലാസ് എഴുതണം, സ്കൂൾ എഴുതണം. നാം പേര്, കക്ഷ ക്ലാസ്, സ്കൂൾ സ്കൂളിൻ്റെ പേര്. नाम ध्यान कृष्णा, कक्षा 5वीं, स्कूल GUP स्कूल बेकल. नाम ध्यान कृष्णा, कक्षा 5वीं, स्कूल GUP സ്കൂൾ ബേക്കൽ. ചോദ്യം ഇങ്ങനെയാണ് ഉണ്ടാവുക. ध्यान कृष्णा GUP स्कूल बेकल में 5वीं कक्षा में पढ़ता है. उसकी आयु 10 साल है. എന്നിട്ട് ധ്യാൻ കൃഷ്ണക്ക് പ്രൊഫൈൽ ലിഖിയ. അപ്പോൾ ഇവിടെ ധ്യാൻ കൃഷ്ണ GUP സ്കൂൾ ബേക്കലിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൻ്റെ പ്രായം എന്ന് പറയുന്ന, വയസ്സെന്ന് പറയുന്നത് 10 ആണ്. അതിന് താഴെ തന്നിരിക്കുന്ന നാം, കക്ഷ, സ്കൂൾ കാ നാം. അപ്പോൾ എഴുതേണ്ടത് ഇപ്രകാരമാണ് നാം എഴുതേണ്ടത്. ധ്യാൻ കൃഷ്ണ പേരാണ്, കക്ഷ 5वीं, സ്കൂൾ GUP സ്കൂൾ ബേക്കൽ. ക്ലിയർ അല്ലേ? धूप आ गई, प्रयाग शुक्ल. धूप आ गई सुबह सुबह की, कलियां प्यारी प्यारी महकी, कलियां क्यारी क्यारी महकी, कलियां इतनी सारी महकी. धूप आ गई, ധൂപ് വെയിൽ, ആഗയി വന്നു, സുബഹ് രാവിലെ, കലിയാം പൂമൊട്ടുകൾ, പ്യാരി പ്യാരി മനോഹരമായ, മെഹക്കീം സുഗന്ധം പരത്തി. കലിയാം പൂമൊട്ടുകൾ, ക്യാരി ക്യാരി ഓരോ പൂത്തടവും, മെഹക്കീം സുഗന്ധം പരത്തി. കലിയാം പൂമൊട്ടുകൾ, ഇത്തിനി സാരി ഒത്തിരി ഒരുപാട്, മെഹക്കീം സുഗന്ധം പരത്തി. രാവിലെ വെയിൽ വന്നു, പൂമൊട്ടുകൾ പ്രിയ സുഗന്ധം പരത്തി. പൂമൊട്ടുകൾ ഓരോ പൂത്തടങ്ങളിലും സുഗന്ധം പരത്തി. കലിയാം പൂമൊട്ടുകൾ ഒത്തിരി ഒരുപാട് സുഗന്ധം പരത്തി. ഹവാ ബഹ് രഹി ठंडी ठंडी, घूम रही वो बहकी बहकी, उड़ती उड़ती आई चिड़िया, फुदक फुदक वे भी चहकी. ഹവ കാറ്റ്, ബഹ്രഹി വീശിക്കൊണ്ടിരിക്കുന്നു, ഠണ്ഡി ഠണ്ഡ തണുത്ത, ഠണ്ഡി തണുത്ത, ഘൂമരഹി ചുറ്റിയടിച്ചു കൊണ്ടിരിക്കുന്നു, വഹ് അത് ഇവിടെ കാറ്റ്, ബഹ്കി ബഹ്കി തത്തിക്കളിച്ചുകൊണ്ട്, ഉടുത്തി ആയിയും പറന്നു വന്നു, ചിടിയാം പക്ഷികൾ, ഫുദക് ഫുദക് ചാടിച്ചാടി, വേഭി അവരും അവയും, ചഹക്കീം ചിലച്ചു. ഉടുത്തി ഉടുത്തി ആയി कौन, चिड़िया, क्या बह रही हैं, हवा. കവിതാംശ പഠേം और പ്രശ്നോं के उत्तर लिखें. കവിതാ ഭാഗം തന്നിട്ട് അതിന് ചുവടെ സമാൻ ധ്വനിവാലെ ശബ്ദ ലിഖേം എന്ന ചോദ്യം തരും. സമാന രൂപമുള്ള ശബ്ദം, വാക്ക് എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഠണ്ഡി ഠണ്ഡി, ബഹ്കി ബഹ്കി, ഉടുത്തി ഉടുത്തി, ഫുദക് ഫുദക്. ठंडी ठंडी, बहकी बहकी, उड़ती उड़ती, फुदक फुदक. परिचित शब्दों पर गोला लगाएं. रात का समय था, नीतू के हाथ में किताब थी. नीतू घर के बाहर थी. अम्मा चाय लेकर आई. नीतू खुश हुई. പരിചയമുള്ള പദങ്ങൾ, വാക്കുകൾ
രാത്ത്, ഹാത്ത്, ചായ്, ഘർ. നിങ്ങൾക്ക് പരിചയമുള്ള ഇനിയും വാക്കുകളുണ്ട്, അതൊക്കെ എഴുതാം. രാത്ത്, ഹാത്ത്, ചായ്, ഘർ. ജോഡ, ജോഡി. ചോട്ടി, टांगे, लंबी पूंछ, भूरी धाड़ी. ചോട്ടി, टांगे, ലംബി പൂഞ്ച്, ഭൂരി ധാടി. കവിതാഭാഗം തന്നിട്ട് വീണ്ടും അത് തുടർന്ന് വരുന്ന ചോദ്യം നമുക്ക് നോക്കാം. കവിതയ്ക്ക് ഉചിതമായ ശീർഷകം നൽകാൻ പറഞ്ഞിരിക്കുന്നു. കവിത കെ ലിയെ ശീർഷക് ലിഖിൻ. ദുലാരെ പൽ എന്നെഴുതാം, സുബഹ് എന്നെഴുതാം. അതുമായി ബന്ധപ്പെട്ട മറ്റ് പദങ്ങൾ അതിലുണ്ട്, അതും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. കവിത കെ ലിയെ ശീർഷക്, കവിതയ്ക്കൊരു പേര് നൽകാൻ വേണ്ടി. ദുലാരെ പൽ, സുബഹ് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. സമാൻ ധ്വനിവാലെ ശബ്ദ ലിഖി, ഇത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. സുബഹ് സുബഹ്, പ്യാരി പ്യാരി, ബഹക്കി ബഹക്കി, ഫുദക് ഫുദക്, ठंडी ठंडी, ഉടുത്തി ഉടുത്തി, ക്യാരി ക്യാരി. ചിത്രം നൽകിയിട്ട് അതിൻ്റെ പേരെഴുതാൻ ചോദിച്ചാൽ, ഇവിടെ പൂവാണ് തന്നിരിക്കുന്നത്, ഫൂൽ എഴുതണം. പക്ഷിയെ തന്നിരിക്കുന്നു, ചെടിയ. ഫാൻ നൽകിയിരിക്കുന്നു, പങ്ഖ. പുസ്തകം നൽകിയിരിക്കുന്നു, കിതാബ്. പൂമൊട്ട്, കലി. മീൻ, മച്ചലി, മീൻ, മച്ചലി. വൃക്ഷം, പേട്. ഘർ, വീട്. പേട് വൃക്ഷം, മച്ചലി മത്സ്യം, മീൻ. കലി പൂമൊട്ട്, കിതാബ് പുസ്തകം, പങ്ഖ ഫാൻ, ചെടിയ പക്ഷി, ഫൂൽ പൂവ്. क्या खाना पसंद था? बिस्कुट खाना पसंद था. किसके नीचे सोता था? पंखे के नीचे सोता था. किसके साथ खेलता था? नींदों के साथ खेलता था. क्या खाना पसंद था? बिस्कुट खाना पसंद था. किसके नीचे सोता था? पंखे के नीचे सोता था. नींदों के साथ खेलता था. किसके साथ खेलता था? नींदों के साथ खेलता था. खेलता है, ഖാത്ത ഹെ. നിറങ്ങൾ നോക്കാം. ലാൽ, ഹര, കാല, നീല. ലാൽ ചുവപ്പ്, ഹര പച്ച, കാല കറുപ്പ്, നീല നീല. लाल, नीला, पीला, काला. लाल, നീല, പീല, കാല. അതിനുശേഷം ചോദ്യം വന്നേക്കാം, അപ്പന മൻപസന്ത് രംഗ് ക്യാ ഹെ? നിങ്ങൾക്ക് മനസ്സിനിഷ്ടപ്പെട്ട നിറം എന്താണ്, ഏതാണ്? അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു നിറം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം നീലയാവാം, ലാൽ ആവാം, പീല, ഇവയിൽ ഏതെങ്കിലും ഒന്ന് എഴുതണം. ഇങ്ങനെയുള്ള ചിത്രം തന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചിത്രവിവരണം എഴുതാൻ വന്നേക്കാം. ഘർ കെ അന്തർ ലഡ്ക ഹെ, ആൺകുട്ടി വീട്ടിനകത്താണ്. കുത്ത നായ, ഘർ കെ ബാഹർ ഹെ. കുത്ത ഘർ കെ ബാഹർ ഹെ. പൗധെ മേ ഫൂൽ ഹെ, ചെടിയിൽ പൂക്കളുണ്ട്. ബഗീചെ മേ ലഡ്കി ഹെ, പൂന്തോട്ടത്തിൽ പെൺകുട്ടിയുണ്ട്. നദി മേ മച്ചലി ഹെ, നദിയിൽ മത്സ്യമുണ്ട്. ഈ വിവരണം, ചിത്രവിവരണം ചോദിച്ചാൽ ഇതൊക്കെ ക്രമത്തിൽ എഴുതിയാൽ മതി.
ഇനി ക്രമം തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. चिड़िया पेड़ पर है, घर के अंदर लड़का है, कुत्ता घर के बाहर है, पौधे में फूल है, बगीचे में लड़की है, नदी में मछली है. लड़का ആൺകുട്ടി, കുത്ത നായ, ഫൂൽ പൂവ് പൂക്കൾ, ലड़की പെൺകുട്ടി, നദി നദി, മച്ചലി മത്സ്യം. चिड़िया पेड़ पर है, घर के अंदर लड़का है, कुत्ता घर के बाहर है, पौधे में फूल है, बगीचे में लड़की है, नदी में मछली है. घर के अंदर चिड़िया के बच्चे हैं. घर के अंदर चिड़िया के बच्चे हैं. चिड़िया तिनकों से घर बनाती है. चिड़िया तिनकों से घर बनाती है. घर के अंदर चिड़िया के बच्चे हैं. घर के अंदर चिड़िया के बच्चे हैं. चिड़िया के बच्चे उड़ जाते हैं. चिड़िया के बच्चे उड़ जाते हैं. एक बंदर, 2 कछुए, 3 बगुले, 4 मछलियाँ, 5 फूल. एक बंदर, 2 कछुए, 3 बगुले, 4 मछलियाँ, 5 फूल. ചിത്രവിവരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് നമുക്കറിയാം. ഇതിൽ കാണുന്നത് മേഘം ഉണ്ട്, പഹാഡുണ്ട്, കുന്നുണ്ട്, പശു ഗായ്, ബച്ചട പശുക്കിടാവ്, പൂച്ചകൾ ബില്ലിയാം, നദിയുണ്ട്, ഘർ ഉണ്ട്, വീട്, പേട്, ചിടിയ, ഇവയൊക്കെയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചിത്രവിവരണം വരികയാണെങ്കിൽ എഴുതേണ്ടത് നോക്കാം. ചിത്രമേ ഏക് ഗാവ് ഹെ, ഒരു ഗ്രാമമാണ് ചിത്രത്തിൽ കാണുന്നത്. പേട് പൗധെ, സസ്യങ്ങളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, നദിയുണ്ട്, ഘർ ഉണ്ട്, വീടുണ്ട്, പഹാഡ് കുന്നുണ്ട്, മലകളുണ്ട്, ഗായ് പശുവുണ്ട്, ബച്ചട പശുക്കിടാവുണ്ട്, ബില്ലിയ പൂച്ചകൾ മുതലായവയുണ്ട്. ഒന്നാമത്തെ പ്രവർത്തനം കണ്ടില്ലേ? ധ്യാൻ കൃഷ്ണ GUPO स्कूल बेकल में 5वीं कक्षा में पढ़ता है, उसकी आयु 10 साल है. ധ്യാൻ കൃഷ്ണ GUPO സ്കൂൾ ബേക്കലിൽ 5ാം തരത്തിൽ പഠിക്കുന്നു. അവൻ്റെ വയസ്സ് 10 എന്നിട്ട് ചെയ്യാൻ പറയുന്ന പ്രവർത്തനം നോക്കിയേ. ധ്യാൻ കൃഷ്ണക്ക് പ്രൊഫൈൽ ലിഖേ, പേരെഴുതുക. ധ്യാൻ കൃഷ്ണയുടെ പേരാണ് എഴുതേണ്ടത്, നമ്മുടേതല്ല. ആ ചോദ്യ പേപ്പർ തന്ന കുട്ടിയുടെ, അതിൽ ധ്യാൻ കൃഷ്ണയെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ധ്യാൻ കൃഷ്ണക്ക് പ്രൊഫൈൽ ലിഖേ. നാം ധ്യാൻ കൃഷ്ണ, കക്ഷ 5वीं, സ്കൂൾ കാ നാം GUPO സ്കൂൾ ബേക്കൽ എന്ന് എഴുതണം. ഇതാ കണ്ടില്ലേ? നാം ധ്യാൻ കൃഷ്ണ, കക്ഷ 5वीं, സ്കൂൾ കാ നാം GUPO സ്കൂൾ ബേക്കൽ. ഇനി പറയുന്നു, ധ്യാൻ കൃഷ്ണക്ക് ആയു കിത്തനി ഹെ, ധ്യാൻ കൃഷ്ണയുടെ വയസ്സ് എത്രയാണ്? ഉസ്കി ആയു 10 സാൽ ഹെ, അവൻ്റെ വയസ്സ് 10. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതേണ്ടത് ധ്യാൻ കൃഷ്ണക്ക് ആയു കിത്തനി ഹെ എന്നതിൽ 10 എന്നെഴുതുക. ഇവിടെ അപ്നാ നാം ലിഖേ എന്നാണ് ചോദിക്കുന്നത്, സ്വന്തം പേര് എഴുതാൻ. ഇവിടെ എല്ലാ കുട്ടികളും അവരവരുടെ പേരാണ് എഴുതേണ്ടത്. ഇവിടെ വൈഗ എന്ന കുട്ടിയുടെ പേര് വൈഗയുടെ പേപ്പർ ആയതുകൊണ്ട് വൈഗ എഴുതി, വൈഗ പി. ആ ഭാഗം തന്നിട്ട് കവിത കെ ലിയേ ശീർഷക് ലിഖേം, കവിത കെ ലിയേ ശീർഷക് ലിഖേം, കവിതയ്ക്ക് ശീർഷകം നൽകുക, പേര് നൽകുക. ദുലാരെ പൽ സുബഹ്, സമാൻ ധ്വനിവാലെ ശബ്ദ ലിഖേം. ഉദാഹരണം കണ്ടില്ലേ? സുബഹ് സുബഹ്, പ്യാരി പ്യാരി. നമ്മൾ എഴുതേണ്ട പ്യാരി പ്യാരി എന്ന് കണ്ടെത്തി എഴുതണം. ക്യാരി ക്യാരി എന്ന് എഴുതാം. ഠണ്ടി ഠണ്ടി, ഈ ഭാഗത്ത് ഉദാഹരണത്തിന് ഠണ്ടി തന്നിരിക്കുന്നു. ബഹക്കി ബഹക്കി നമുക്ക് എഴുതാം. ഉടുത്തി ഉടുത്തി എന്ന് എഴുതാം. ഫുദക് ഫുദക് എന്ന് എഴുതാം. ഇങ്ങനെയാണ് എഴുതേണ്ടത്. പ്യാരി പ്യാരി, ക്യാരി ക്യാരി, ബഹക്കി ബഹക്കി, ഉടുത്തി ഉടുത്തി, ഫുദക് ഫുദക്.
കവിതാഭാഗം തരും, ഏതെങ്കിലും 4 വരി തരും. അതിൽ കവിതയ്ക്ക് ഉചിതമായ ഒന്നാമത്തെ ചോദ്യം, കവിതാ കെ ലിയേ ശീർഷക് ലിഖേം. ദുലാരെ പരന്ന് എഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ സുബഹ്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. രംഗ് ഭരേ, ഇങ്ങനെ ചോദ്യം ഷുവറായിട്ടുണ്ടാകും. നിറം കൊടുക്കുക. നീല, ഹര, ലാൽ, പീല. അപ്പോൾ എല്ലാ കുട്ടികളും ക്രയോൺസ് കൊണ്ടുപോകണം. അനുയോജ്യമായ നിറം ആ കോളങ്ങളിൽ നിങ്ങൾ ഷെയ്ഡ് ചെയ്യുക, നിറം കൊടുക്കുക. നീല, ഹര പച്ച, ലാൽ ചുവപ്പ്, പീല മഞ്ഞ. ആപ്കാ മൻപസന്ത് രംഗ് ക്യാ ഹേ? നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട നിറം ഏതാണെന്ന് വെച്ചാൽ അതുകൂടി എഴുതണം. നിറത്തിൻ്റെ പേരാണ് എഴുതേണ്ടത്. ഓക്കെ.